രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മീര ശ്രുതിയെ വിളിച്ച് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിക്ക് ടെൻഷനായിരുന്നു. ഇതെന്താ ഇനിയിപ്പോ അവൾ എന്തെങ്കിലും അത്യാവശ്യമാണോ, ഇനിയിപ്പോ വേറെ എന്തേലും വയ്യാവേല് തന്റെ തലയിലേക്ക് വരാൻ പോവാണെന്ന് അറിയത്തില്ലോ. അങ്ങനെ ടെൻഷനോട് കൂടിയിട്ടാണ് ശ്രുതി ഓടി ചെല്ലുന്നേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവിടെ വീരാനിക്കനെ കാണുന്നത്. അയാളെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രുതി എന്ന് ഞെട്ടിപ്പോയി. എന്റെ രമ്യ ഇങ്ങനെന്തിനാ ഇവിടെ വന്നേ? തന്റെ ഇളയച്ചനായിട്ട് അഭിനയിച്ച ആളാണ്. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, അല്ല ഇതെന്താ മീരെ, ഇയാൾ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. നീ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടേന്ന് പറഞ്ഞു. ഞാൻ ഭാഗ്യം കൊണ്ടോ? അപ്പോഴേക്കും അയാൾ ചോദിച്ചു, അല്ല ഇന്നലെ വീട്ടിലെ ചിക്കൻ ബിരിയാണി ആയിരുന്നോ കഴിക്കാനെന്ന് ചോദിച്ചു. അതെ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ കടയിൽ വന്നിട്ടല്ലേ രേവതി ചിക്കൻ വാങ്ങിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. ആ കടയിൽ വന്നിട്ടോ? അപ്പൊ നിങ്ങളെ കണ്ടില്ലെന്ന് ചോദിച്ചു. ഭാഗ്യം കൊണ്ട് കണ്ടില്ല, അല്ലായിരുന്നെങ്കിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് സന്തോഷമായി. ഓ രക്ഷപ്പെട്ടു, സമാധാനമായി എന്നൊക്കെ പറഞ്ഞു. മീര പറഞ്ഞു, രക്ഷപ്പെടാൻ വരട്ടെ, ബാക്കിയും കൂടെ നീ കേൾക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഞാൻ കുറെ നാളായാലും ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ തുടങ്ങിയിട്ട് ഇനി എനിക്ക് പറ്റില്ല അവരെ കളിപ്പിക്കാനായിട്ട്. എങ്ങനെയോ ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയി. എന്റെ നാട്ടിൽ എനിക്ക് നല്ലൊരു പേരുണ്ട്. ഞാൻ ഇങ്ങനെ കള്ളത്തരത്തിനൊക്കെ കൂട്ടുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനമായിട്ടിരിക്കുന്ന ഞാൻ, ഒരു കച്ചവടമായിട്ടിരിക്കണം. അപ്പൊ നാട്ടുകാർക്കൊക്കെ എന്നോട് ചിലപ്പം വെറുപ്പും കാര്യങ്ങളൊക്കെ തോന്നും. അതുകൊണ്ട് ഇനി എന്നോട് കള്ളത്തരം പറയാൻ വരില്ല. ഇനി എന്നോട് ഇങ്ങനൊന്നും പറഞ്ഞേക്കരുത് കള്ളത്തരം കാണിക്കാനായിട്ട്. എന്നെ കൊണ്ട് പറ്റില്ല. അവരിനി എന്നോട് വല്ലതും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള സത്യം അങ്ങോട്ട് തുറന്നു പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. പിന്നല്ലാതെ എനിക്കിത് കൂടുതലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തോർത്തിട്ട് ഞാൻ മുഖം മറച്ചേക്കാൻ ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോയത്, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട്. എന്റെ സ്ഥിരം ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, അവരോടൊപ്പം രേവതി അങ്ങോട്ടേക്ക് വന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് വരുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, വരുമായിരിക്കും. ഞാൻ പറയുകയും ചെയ്തു, നല്ല ചിക്കനൊക്കെ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു. സ്ഥിരം ഇനി അവിടുന്ന് മേടിക്കുന്നുള്ളെന്ന് രേവതി പറഞ്ഞു. അന്നെങ്കിൽ പൊളിച്ചു. അത് കേട്ടിപ്പോ മീര പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാന്ന് പറ, പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ ഏരിയയിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി കടയിടാൻ പറഞ്ഞു. ആ ഏരിയയിൽ നിന്ന് വേറെയോ? അതേന്നെ, ആ സ്ഥലത്ത് നിന്ന് വേറെ എങ്ങോട്ടേലും മാറിപ്പോ, വേറെ എവിടെയെങ്കിലും പോയി കടയിട്ടാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പം അയാൾ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. അത്ര പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറ്റിപ്പോയി കടയിടാൻ പറ്റുന്ന കാര്യമല്ല. എന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ഇവിടെ തന്നെയാണ് എന്ന് ബീരാൻ പറയണം. അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇക്ക? ഇക്കായ്ക്ക് അറിയാലോ എന്റെ അവസ്ഥ എന്താന്ന്. എങ്ങാനും അവള് കണ്ട് പിടിക്കപ്പെട്ടാലോ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എപ്പോഴും കള്ളത്തരം കാണിക്കാൻ പറ്റത്തൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ഇത്തരം കള്ളത്തരം കാണിക്കുന്നേ? എങ്കിലൊരു കാര്യം ചെയ്യും, കുറച്ചു ദിവസത്തിന് കടയൊക്കെ ഒന്ന് അടച്ചിടാൻ പറഞ്ഞു. അടച്ചിടാനോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്റെ കുടുംബം എനിക്ക് പുലർത്തണ്ടേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ കട അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അതൊന്നും നടക്കില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ശ്രുതി ആകെപ്പാടെ പെട്ടുപോയി. അപ്പോഴേക്കും മീര പറഞ്ഞു, കണ്ടില്ലേ ഇതാണ് അവസ്ഥ. ഈ സമയത്ത് പീരാൻ പറഞ്ഞു, ഇനി എനിക്ക് കള്ളത്തരം മറച്ചു വെക്കാൻ പറ്റില്ല കേട്ടോ. എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനുള്ള സത്യാവസ്ഥകളൊക്കെ അങ്ങോട്ട് തുറന്നു പറയുമെന്ന് പറഞ്ഞു. അല്ല ഞാനെന്തിനാ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നേ? എനിക്ക് എന്റെ ആവശ്യം എന്താ? അത് പാവം പിടിച്ചൊരു വെങ്കൊച്ചാന്ന് തോന്നേ. ഇമാതിരി കള്ളത്തരം കാണിച്ചിട്ട് ഒരു പ്രസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഇത്ര ഞാൻ ചെയ്തു തന്നെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി. ഈ സമയത്ത് മീരയോട് ശ്രുതി ചോദിച്ചു, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? രേവതി ഉറപ്പായിട്ടും ആ കടയിലേക്ക് ചെല്ലും എന്നുള്ള കാര്യം അറിയാം. ഇനിയിപ്പൊ അതിന്റെ ബാക്കി വരുന്നതിന്റെ വഴിക്കോ കാണാം. അല്ല എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയല്ലേ? നീയല്ലേ ഉള്ള കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടി വെച്ച. അതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നെട്ടോട്ട് കൊണ്ടുവരുന്നേ. പിന്നെ നിനക്കതൊക്കെ പറയാ, എന്റെ അവസ്ഥ എനിക്കും അറിയുള്ളൂ പറഞ്ഞു. അതെ അതെ, നിന്റെ അവസ്ഥയെന്നും പറഞ്ഞിട്ട് ഇതാ മതി എന്നും പറഞ്ഞിട്ട് മീര കുറെ ചീത്ത പറയുന്നുണ്ട് ശ്രുതിയെ. ശ്രുതി പറഞ്ഞു, എങ്ങനെയെങ്കിലും നീ എന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. എങ്ങനെ രക്ഷിക്കാനായിട്ട്? അയാളുടെ കയ്യെ കാലെ വീണ് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? എങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട്? എടി അങ്ങേർക്കൊരു കടയുള്ളതല്ലേ, അങ്ങേര് പിന്നെ കടയും തുറന്നു വെച്ചില്ലെങ്കിൽ നീ പറയുന്നതായിട്ട് കടയും പൂട്ടിക്കെട്ടി വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അയാൾക്ക് ജീവിക്കാനുള്ള പൈസ നീ കൊടുക്കുമെന്ന് ചോദിച്ചു. അതെന്റെ ഇല്ല, പിന്നെ നീ എന്ത് ചെയ്യുന്ന പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് മീര കുറെ ചീത്തയും പറയുന്നുണ്ട്. ഒടുവിൽ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ധർമ്മ സങ്കടത്തിൽപ്പെട്ടുപോയി ശ്രുതി. പിന്നെ ഒരു വർഷം മുറിയിലേക്ക് വരുമ്പോ ശ്രീകാന്ത് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വർഷം വന്നിട്ട് ചോദിച്ചു, ശ്രീകാന്തെ ഇന്ന് ഈവനിങ് ഫ്രീ ആണോന്ന് ചോദിച്ചു. ഫ്രീയാ, വേറെ പ്രശ്നം കുഴപ്പമൊന്നുമില്ല, ഇതുവരെയായിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. അല്ല ഇനി റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങനെ പോകേണ്ട വരുമെന്ന് ചോദിച്ചു. ഇന്ന് വരെ പോകേണ്ട വരത്തില്ല എന്ന് പറഞ്ഞു. എന്താ എന്താ വർഷേന്ന് ചോദിച്ചു. അത് പിന്നെ ഉണ്ടല്ലോ,
എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അത് ഞാൻ ഡബ് ചെയ്യുന്ന അവരുടെ സീരിയലിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് നായിക അവരുടെ ബർത്ത്ഡേ എന്ന്. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് വൈകുന്നേരം. അപ്പൊ അതിന് വേണ്ടി പോകാനായിട്ടാ. അതിന് എന്നോട് ഇന്നലെ ഫ്രീ ആണെന്ന് ചോദിക്കുന്നേ. അത് പിന്നെ ഹസ്ബൻഡിനെ കൂട്ടി വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണ് നീ ഓക്കെ അല്ലേ? ആ, ഞാൻ ഓക്കെയാന്ന് പറഞ്ഞു. ആ, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, വൈകുന്നേരം പോവാം. പിന്നെ നീ ഏത് ഡ്രസ്സ് ഇടുന്നേന്ന് ചോദിച്ചു. ഞാൻ ഈ ഡ്രസ്സാണല്ലോ ഇട്ടോണ്ട് വന്നോളാം. എടാ, നിനക്കെന്താ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നീ വരുന്നേ? അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞു, അതെ, ആണുങ്ങൾ ഏത് ഡ്രസ്സും ആണല്ലോ ഇട്ടോണ്ട് വരും. പെണ്ണുക്ക എവിടെയെങ്കിലും പോണെങ്കിൽ അതെ ഈ മുറ്റത്ത് വരെ ഒന്ന് ഇറങ്ങണേ പോലും ഡ്രസ്സ് മാറുന്നേ. അവർക്ക് എവിടെയെങ്കിലും ഒരു ടൂർ പാക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ 10-20 ഡ്രസ്സ് വേണം പോയിട്ട് വരാനുണ്ട്. ആണുങ്ങളാണ് അങ്ങനെയല്ല, ഒരു ജീൻസിലും 2 ഷർട്ടിലും അവർ തീർക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു, പിന്നെ ആണുങ്ങളെ പോലെയല്ല എന്ന് വെച്ചാൽ പെണ്ണുങ്ങള്, അവർക്ക് ഡ്രസ്സൊക്കെ മാറ്റണമെന്ന് പറഞ്ഞു. അവർക്ക് ഇച്ചിരി നന്നായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇഷ്ടമുള്ള നീ ഇട്ടോ. പിന്നെ ഞാനൊന്നും പറയണില്ല. നീ എന്തേലും ഇടാനിട്ടെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഞാൻ പറഞ്ഞു കഴിയും പിന്നെ അടിയുണ്ടാകും. എന്തിനാ, അതിന്റെ ആവശ്യമില്ലല്ലോ. നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ ഇട്ടോളാൻ പറഞ്ഞു. അവിടെ ഈ വർഷം ഒരു ശരിയെന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴാണ് ശ്രീകാന്തിന്റെ ഫോൺ ബില്ലടിക്കുന്നത്. ആരുടെ വിളിക്കണേ? ആ പ്രിയ ആണോന്ന് ചോദിച്ചു. നിന്റെ മേഡം. അതെ, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഇപ്പം 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവള് വിളിക്കുന്നുണ്ടല്ലോ, വിളിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, എനിക്കറിയത്തില്ലാണ്ടിരിക്കും, അവൾക്ക് അവിടെ വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഇതൊന്നും ഉണ്ടായിരുന്നു, ഞാൻ കോൾ അറ്റൻഡ് ചെയ്യട്ടെ, എന്തേലും അത്യാവശ്യം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ശ്രീകാന്ത്. പിന്നീട് ശ്രീകാന്ത് കോള് വെച്ച് മുഖമൊക്കെ വല്ലാതായിപ്പോയി. എന്താ പറ്റിയെന്ന് ചോദിച്ചു. അതെ, എനിക്ക് ഈവനിങ്ങിൽ ഇന്ന് നിന്റെ കൂടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ? അത്യാവശ്യം ഒരു ഓർഡർ ഉണ്ട്, അതെന്ത് ചെയ്തു കൊടുക്കണ്ട, വൈകുന്നേരം ഈവനിങ്ങിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. നീ എന്താ പറയണേ? അപ്പൊ നീ അല്ലേ പറഞ്ഞു എന്നോട് വരാന്ന് പറഞ്ഞേ? അപ്പൊ ഞാൻ അതങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷെ ഇപ്പൊ നീ കണ്ടില്ലേ? എടാ, നീ എന്നെ ചീറ്റ് ചെയ്യല്ലേ ചെയ്തേ? എന്നോട് ഓക്കെ പറഞ്ഞിട്ട് നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് ഞാനാണോ വലുത് അവളാണോ വലുതെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക. എന്റെ ജോലിയാണിത്, എന്റെ കരിയറാണ്. എന്റെ ബോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പൊ പ്രിയ മാഡം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അർജന്റായിട്ടൊരു ഓർഡറാണ്, ചെയ്തു കൊടുക്കണം. അല്ല, അതവർക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? അതിപ്പോ വന്ന ഓർഡറാ, ഞാൻ ചെല്ലാന്ന് പറയുകയും ചെയ്തു. ഓഹോ, അപ്പം നിനക്ക് അവള് പറയുന്ന പ്രധാനം ആയിക്കോ, എന്റെ കൂടെ ആരും വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഞാൻ തനിച്ചു പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പക്ഷെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നീ പോടാ, നീ ഇതിലെ വെള്ളം പോകാനൊക്കെ പറഞ്ഞിട്ട് വർഷം ദേഷ്യപ്പെടുവാണ്. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ വർഷം ഒരുങ്ങി ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. ആ, വാ വർഷ, കയറി വരാനൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ അമ്മയൊക്കെ കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെന്റെ അമ്മ, ഇതാരെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ഇല്ല അമ്മ, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ സീരിയലിന് വേണ്ടി ഡബ് ചെയ്യുന്നേ, എന്റെ കഥാപാത്രത്തിന്. ഓ, മനസ്സിലായി. ശരിക്കും പക്ഷേ ഞാനിപ്പോ പുറത്തിറങ്ങുന്ന സമയത്ത് പരിചയമില്ലാത്ത ആൾക്കാർ കാണുമ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുമ്പോൾ ചോദിക്കും, ഇതെന്താ ശബ്ദത്തിന്റെ ഒരു ഒച്ചയടപ്പൊക്കെ, എന്ത് പറ്റി, ജലദോഷമാണെന്നൊക്കെ. ശരിക്കും ഒറിജിനലായിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന വർഷയാണല്ലോ. ഇതെ, എൻ്റെ എല്ലാ സീരിയലും ഇനി വർഷ ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വർഷയ്ക്ക് ചിരി വന്നു. പിന്നീട് അവരവരുടെ അച്ഛനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്തേക്ക് എന്ന് വർഷിനെ പരിചയപ്പെടുത്തണം. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഇപ്പൊ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോയി. അങ്ങനെ വർഷ ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കുകയാണ്. അതേ സമയത്താണ് പുറത്തൊരു കാറ് വന്നിരുന്നേ. കാറിനകത്തുനിന്ന് പ്രിയ ഇറങ്ങി, ശ്രീകാന്തിന്റെ ബോസ്. പിന്നെ അതിനുശേഷം ഇറങ്ങിയത് ശ്രീകാന്തൊക്കെ ആയിരുന്നു. അപ്പൊ 1-2 വേറെ സ്റ്റാഫുകളും ഉണ്ട് റെസ്റ്റോറൻറ്റിലെ. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചോദിച്ചു, എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ അവരോടൊന്ന് ചോദിച്ചു. എല്ലാം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാ വരാൻ പറഞ്ഞു. അപ്പോഴേക്കും പ്രിയ പറഞ്ഞു, ഒന്നും വിട്ടുപോയിട്ടില്ലോ? ഇല്ലാന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേയാ, അപ്പൊ അവളുടെ വീട്ടിലെ പാർട്ടി ഞാനങ്ങ് ഏറ്റെടുത്തു, എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തോളാന്ന് പറഞ്ഞു. അതാ പെട്ടെന്ന് ശ്രീകാന്തിനോട് വന്നിട്ട് ശ്രീകാന്തിനെ വിളിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ അങ്ങോട്ട് കയറിപ്പോയി. പുറകെ ശ്രീകാന്തും അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ പ്രിയ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയയോട് അവർ ചോദിച്ചു, ആ, എങ്ങനെയുണ്ട് നിന്റെ റെസ്റ്റോറൻ്റ് ഒക്കെ? നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ നീയും അവിടെ അവസാനം ഒരു ബിസിനസ്സുകാരിയല്ലേ? ആ, അല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു. ശ്രീകാന്ത് കേക്ക് കൊണ്ടേ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. അങ്ങനെ അതൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറിപ്പോയി കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് വന്ന് പ്രിയയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഈ സമയം പ്രിയ പരിചയപ്പെടുത്തി, ഇതിന്റെ റെസ്റ്റോറൻറ്റിലെ മെയിനായിട്ടുള്ള ഷെഫാണ്, നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് അവിടെ വർഷ ആ കാഴ്ച കാണുന്നത്. കാരണം വർഷ അവിടേക്ക് തന്നെയായിരുന്നു വന്നേ, അങ്ങോട്ടേക്ക് തന്നെയായിരുന്നു ശ്രീകാന്ത് ഒക്കെ വന്നിരുന്നേ. അങ്ങനെ വർഷ എന്ത് ചെയ്തു, നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തും പ്രിയയും കൂടെ നിൽക്കുന്നു.
തന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓഹോ, അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണോ ഇവൻ തൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇവളോടൊപ്പം ഇങ്ങോട്ടേക്ക് വരാനായിരുന്നില്ലേ? ഓഹോ, അപ്പൊ തന്നെക്കാളും വലുത് ഇവൻ ഇവളാണ്, അപ്പൊ താൻ ആരുമല്ല എന്നൊരു ചിന്തയൊക്കെ വർഷയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയത്താണ് പ്രിയ അത് കാണിച്ചു കൊടുക്കുന്നത്. ശ്രീകാന്ത്, അത് നിന്റെ ഭാര്യയല്ലേന്ന് ചോദിച്ചു. ഒരു നിമിഷം ശ്രീകാന്ത് ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ വർഷ വന്നു കഴിഞ്ഞപ്പോൾ വർഷയുടെ ഫ്രണ്ട് ചോദിച്ചായിരുന്നു എന്തിയെ ഹസ്ബൻഡ് എന്തിയെന്ന്. അപ്പൊ വർഷ പറഞ്ഞു ഹസ്ബൻഡിന് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞേ. പക്ഷെ ഇപ്പോഴാണെങ്കിലോ നിന്റെ ഭാര്യയില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ആകെപ്പാടെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.